ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം തൻ്റെ നാമം കൊടുക്കുന്ന ഏക ശക്തി ഈ ലോകത്ത് ഒരിടത്തും ഒരു സ്ഥാപനവും ഇല്ല എന്നുള്ളത് പറയാൻ എനിക്ക് കഴിയുന്നു. ഇന്നത്തെ ഈ മംഗളകർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ആഴമേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. കാരണമുണ്ട്. ഈ ഈശ്വരനിലേക്ക് ലയിക്കുന്ന ഒരു സ്ഥിതി എല്ലാവർക്കും ഉള്ളതാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ സ്ഥിതിയുടെ ഒരു റിഹേഴ്സൽ ക്യാമ്പാണ് അവിടെ. ആ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥിതിയിലേക്ക് പോകുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞല്ലല്ലോ നമ്മൾ ആ വ്യക്തിയെ അങ്ങോട്ട് അയക്കുന്നത്. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അതാണ് ഇവിടെ നടക്കുന്ന ഒരു രീതി. അത് ഉൾക്കൊള്ളണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നമ്മളുടെ ശരീരത്തിൽ തന്നെ ഒരു പമ്പയുണ്ട്. ആ പമ്പയുടെ ഓട്ടം ശുദ്ധമാക്കി വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഈ പമ്പയുണ്ട്, നമ്മൾ കാണപ്പെടുന്ന ഒരു പമ്പയുണ്ട്. അതും വളരെ ശുദ്ധമായിട്ട്, ഭക്തി മാത്രം പോരാ, നമ്മളെ ശുദ്ധമായിട്ട് വെക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. നാം ഏവരും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമാകുന്നത് പോലെ ആ ജലമെടുത്ത് നമ്മൾ തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തീർത്ഥമാണ് എന്നുള്ളതിനുള്ളൊരു സ്ഥായി വരുത്താൻ വേണ്ടി അവിടെ ശുദ്ധമായി വെക്കേണ്ട കടപ്പാട് ഓരോ ഭക്തന്മാർക്കും, ഓരോ അയ്യപ്പ ഭക്തന്മാർക്കും ഉണ്ടെന്നുള്ളത് മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട തിരുമേനിയെ, അല്ലെങ്കിൽ എൻ്റെ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേത സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതി ശുച ജനുഷാ സ്തുത്യതാവർണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം. ആയുരാരോഗ്യ സൗഖ്യം, ആയുരാരോഗ്യ സൗഖ്യം.